ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനഭാഗങ്ങളാണ് ഇന്ന് തിരുസഭ മാതാവ് ഈ നോമ്പുകാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ച നമ്മുടെ വിചിന്തനത്തിനായി നമുക്ക് നൽകുന്നത്. ജ്ഞാനസ്നാനത്തിനു ശേഷം ഈശോ ആത്മാവിനാൽ പരീക്ഷിക്കപ്പെടുന്നതിനായി മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ട് 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞതിനു ശേഷം പ്രലോഭകൻ ഈശോയെ സന്ദർശിച്ചുകൊണ്ട് അവനെ പ്രലോഭിപ്പിക്കുന്ന ചിത്രമാണ് ഇന്നത്തെ വചനഭാഗത്തിൽ നമ്മൾ ധ്യാനിക്കുക. ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രലോഭനത്തിൽ വളരെ കൃത്യതയോടുകൂടെ താൻ ദൈവപുത്രനാണ് എന്ന ബോധ്യത്തോടുകൂടെ തന്നെ പ്രലോഭകനെ ധൈര്യപൂർവ്വം നേരിടുന്ന ഈശോയുടെ ചിത്രമാണ് നമ്മൾ ഈ വചനത്തിൽ കാണുക. ശരീരത്തിൻ്റെ പ്രലോഭനവും സമ്പത്തിനോടും സ്ഥാനമാനങ്ങളോടും അധികാരത്തോടുമുള്ള പ്രലോഭനമാണ് ഈശോ നേരിടുന്നതെന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാം. ഈശോയുടെ ഈ പ്രലോഭനങ്ങളെ നേരിടാനുള്ള മനഃശക്തിയും കരുത്തും ഈശോ ആർജിച്ചത് 40 ദിവസത്തെ അവൻ്റെ ഉപവാസത്തിനു ശേഷമാണ്. അതുകൊണ്ട് തന്നെ വചനം വളരെ കൃത്യമായി നമ്മുടെ മുൻപിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 40 ദിവസം ഉപവസിച്ചു, അപ്പോൾ പ്രലോഭകൻ അവന് പ്രത്യക്ഷപ്പെട്ടു വന്നു. പ്രിയപ്പെട്ടവരെ, ഉപവസിക്കുന്നവനെ പ്രലോഭനമുള്ളൂ. ദൈവത്തോടൊപ്പം പ്രാർത്ഥനയിലായിരിക്കുന്നവനെ പ്രലോഭനമുള്ളൂ. മറ്റുള്ളവർക്കത് പ്രലോഭനമാണെന്ന് മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ സാവധാനം സമയമെടുക്കും. എന്നാൽ ഈശോയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രലോഭനമായിരുന്നു. കല്ലുകളെ അപ്പമാക്കാൻ അവനോട് പറഞ്ഞപ്പോൾ അവനൊരു വലിയ പ്രലോഭനമായിരുന്നു. കാരണം 40 ദിവസത്തോളം പട്ടിണി കിടന്നതിൻ്റെ, ദൈവത്തോടൊപ്പമായിരുന്നതിൻ്റെ ഒരു വേദന, അല്ലെങ്കിൽ ദൈവത്തോടൊപ്പമായിരുന്നതിൻ്റെ ഒരു സന്തോഷം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു പ്രലോഭനമായിരുന്നു ഈശോയെ സംബന്ധിച്ചിടത്തോളം. ഇന്നത്തെ ലോകത്തിൽ നമുക്ക് ഭക്ഷണം എന്നുള്ളതൊരു പ്രലോഭനമാണോ? ഏത് സമയത്ത് ചെന്നാലും 4 നേരം ഭക്ഷണം കഴിച്ച് പട്ടിണി എന്താണെന്ന് അറിയാത്തവർക്ക് വിശപ്പിൻ്റെ വില മനസ്സിലാവില്ല എന്ന് പൂർവികർ പറയുന്നതിനൊക്കെ ഒരർത്ഥമുണ്ട്. ഇന്ന് വിശപ്പ് എനിക്കൊരു പ്രലോഭനമാണോ? പലപ്പോഴും പ്രലോഭനം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് തന്നെ ഈ വിശപ്പിൻ്റെ വിലയറിയുമ്പോഴാണ്. അതുകൊണ്ട് ഉപവാസത്തിനുള്ളൊരു സമയമാണ് ഈ നോമ്പ് കാലഘട്ടം. ഇന്ന് ഈ ആദ്യ പ്രലോഭനം നമ്മെ ഓർമ്മപ്പെടുത്തുക, ഉപവാസത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തോടുകൂടെ ആയിരിക്കുന്നവർക്കാണ് പ്രലോഭനമുള്ളൂ എന്ന്. ഈ ഒരൊറ്റ ആശയമാണ് എനിക്ക് നിങ്ങളോട് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവത്തോടൊപ്പം ഉപവസിക്കാനുള്ള സമയമാണ്. ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം. ദൈവത്തോട് കൂടെ വസിക്കുക എന്നുള്ളതാണ് ഉപവാസം. അതുകൊണ്ട് ദൈവത്തോട് കൂടെ ആയിരിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കുമ്പോൾ പ്രലോഭനത്തെ ശക്തമായി നേരിടാനുള്ള കരുത്തും ആർജവത്വവും ഈശോ നേടിയതുപോലെ നമുക്കും നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രലോഭനങ്ങളിൽ പതറാതെ ക്രിസ്തു എനിക്കൊരു പ്രലോഭനമായി മാറുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്തായിത്തീരും. ക്രിസ്തു പ്രലോഭനമായി തീർന്ന 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചൊരു വലിയ വിശുദ്ധനുണ്ട്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ക്രിസ്തു അദ്ദേഹത്തിൻ്റെ ഒരു പ്രലോഭനമായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിതം മാറ്റിവെക്കാൻ ഹൃദയം കൊണ്ട് തയ്യാറെടുത്ത അദ്ദേഹം തൻ്റെ സ്വത്തും സമ്പത്തും സ്ഥാനമാനങ്ങളും എല്ലാം പിതാവിൻ്റെ മുൻപിൽ കാഴ്ചവെച്ചിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. ഇന്ന് നിനക്ക് ക്രിസ്തു ഒരു പ്രലോഭനമാണോ? ക്രിസ്തുവിനെ പ്രലോഭനമാക്കാനുള്ളൊരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം. അതിനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനഭാഗം രണ്ടാമതായി നമ്മുടെ മുൻപിൽ തരുന്നൊരു പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്. ഈ പ്രലോഭന സമയത്ത് ഈശോയും സാത്താനും മാത്രമേ ഈ രംഗത്തുള്ളൂ. നമുക്കറിയാം, മൂന്നാമതൊരാൾ ഈ രംഗം കണ്ടിട്ടില്ല. ക്രിസ്തു പിന്നീട് തൻ്റെ ശിഷ്യന്മാർക്ക് വിവരിച്ചു കൊടുക്കുന്നതാണ് ഈ പ്രലോഭന ഭാഗത്തെ നമ്മൾ വായിച്ചറിയുന്നതും നമ്മൾ ഈ പ്രലോഭനത്തെ പറ്റി കൂടുതൽ അറിയുന്നതും ഈശോയുടെ വാക്കുകളിൽ നിന്ന് മാത്രമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വചനം പറഞ്ഞു വയ്ക്കുന്നത് എങ്ങനെയാണ്? അവൻ വന്യമൃഗങ്ങളോട് കൂടിയായിരുന്നു. ഈ പ്രലോഭന സമയത്ത് അവൻ വന്യമൃഗങ്ങളോട് കൂടിയായിരുന്നു. ഈ വചനഭാഗം നമ്മെ ഒത്തിരി ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ പ്രലോഭനം നമുക്കും വരുമ്പോൾ നമ്മളും ഈ ലോകത്തിൻ്റേതായ സുഖങ്ങളുടെയും ഈ ലോകത്തിൻ്റേതായ വശ്യമോഹങ്ങളുടെയും പിന്നാലെ ഓടി അകലുമ്പോൾ നമ്മളും ഈ വന്യമൃഗങ്ങളോടുകൂടിയാണ്. ഈ വന്യമൃഗങ്ങൾ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയും നമ്മുടെ മനസ്സിനെയും പലപ്പോഴും കീഴടക്കുന്നുണ്ട്. ഈ വന്യമൃഗങ്ങളോടുകൂടി ആയിരുന്നിട്ടും അവൻ ദൈവപുത്രനാണെന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. ഈ പ്രലോഭകൻ ഈശോയെ വന്ന് സന്ദർശിച്ചിട്ട് അവനോട് പറയുന്ന ഏറ്റവും വലിയ പ്രലോഭനം ഇതാണ്: നീ ദൈവപുത്രനാണെങ്കിൽ നീ കല്ലുകൾ അപ്പമാക്കുക. നീ ദൈവപുത്രനാണെങ്കിൽ നീ ഈ ദേവാലയത്തിന് മുകളിൽ നിന്ന് ചാടുക.
നീ ദൈവപുത്രനാണെങ്കിൽ എന്നുള്ള ഒരു ക്ലോസ് വെച്ചിട്ടാണ് ഈശോയെ പ്രലോഭകൻ ഓരോ തവണയും പ്രലോഭിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ പ്രലോഭനത്തെ നേരിടുന്നത് എങ്ങനെയാണ്? അവൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കുന്നത് എങ്ങനെയാണ്? അവൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടാണ്. ആത്മാവിൽ നിറഞ്ഞവർക്ക് മാത്രമേ ദൈവവചനം ഉദ്ധരിക്കാൻ സാധിക്കൂ. അവൻ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടാണ് ഈ പ്രലോഭനത്തെ നേരിട്ട് വിജയിക്കുന്നത്. പലപ്പോഴും നമ്മളും ഈ സാത്താൻ്റെ റോൾ എടുക്കുന്നവരാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഞാൻ ഈശോയുടെ പോലെയാണെന്ന്. അല്ല, നമ്മൾ സാത്താൻ്റെ പോലെയാണ്. നമ്മളും ഈശോയെ പ്രലോഭിക്കുന്നില്ല ഒത്തിരി തവണ. എൻ്റെ മകന് SSLCക്ക് ഫുൾ A+ തരുവാണെങ്കിൽ ഞാൻ പള്ളിയിൽ വരാം. ഞാൻ ഈ ഒരു ധ്യാനം കൂടിയാൽ ഈശോയെ നീ എൻ്റെ രോഗം മാറ്റിത്തരുമോ? ഒരു മാറാ രോഗമുണ്ട് എനിക്ക്, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാം, നീ അത് മാറ്റിത്തരുമോ? നമ്മൾ പലപ്പോഴും ഈശോയെ ഇങ്ങനെ പ്രലോഭനത്തിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ ആരുടെ റോളാണ് എടുക്കുന്നത്? ഈ പ്രലോഭകൻ എന്നെ സമീപിക്കുമ്പോൾ സാത്താൻ്റെ റോളാണോ അതോ ഈശോയുടെ റോളാണോ ഞാൻ എടുക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഈ നോമ്പ് കാലഘട്ടം. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഈ ചിന്തകളെ നമുക്കൊന്ന് ഉന്മൂലനമാക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ നല്ല ദൈവമേ, പ്രലോഭനം എപ്പോഴും പ്രാർത്ഥിക്കുന്നവർക്കുള്ളതാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കുള്ളതാണ്. ഈശോയെ, പ്രലോഭനത്തെ തിരിച്ചറിയുവാൻ, പ്രലോഭനങ്ങളെ മനസ്സിലാക്കുവാൻ, ആ പ്രലോഭന സമയത്ത് ഹൃദയത്തെ ദൈവത്തോട് ചേർത്ത് നിന്നുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞ് ശക്തി പ്രാപിച്ച് ക്രിസ്തു പ്രലോഭനത്തെ നേരിട്ടതുപോലെ ഈ പ്രലോഭനത്തെ ജയിക്കുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. ഈ പ്രലോഭന സമയത്ത് ഈശോയെ പോലെ ആകുവാൻ, സാത്താൻ്റെ റോള് സ്വീകരിച്ച് ദൈവത്തെ പ്രലോഭിപ്പിക്കുന്നവരാകാതെ വിശുദ്ധിയിൽ ദൈവത്തെ പോലെ ഈശോയെ പോലെ ഈ പ്രലോഭനങ്ങളെ നേരിടാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നീ നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, കാൽവരിയിലെ കുരിശിൽ നിന്റെ തിരുകുമാരൻ കുരിശിൽ മരിച്ചപ്പോൾ അവസാന നിമിഷം വരെ ആ കുരിശിൻ്റെ പുറകെ പോയത് അമ്മയാണല്ലോ. അമ്മേ, നിന്റെ തിരുകുമാരൻ സാത്താനെ ജയിച്ചതുപോലെ ഈ ലോകത്തിൻ്റെ തിന്മകളെ ജയിച്ച് നിന്റെ തിരുകുമാരൻ്റെ കുരിശിനോട് ചേർത്ത് ഒരു ബലിജീവിതം കാഴ്ചവെക്കുവാൻ ഈ നോമ്പ് കാലത്ത് അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.